നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. തൃത്താല മണ്ഡലത്തിലെ നൂറുകണക്കിന് രോഗികൾ ആശ്രയിക്കുന്ന ആതുരാലയത്തിന് പുതിയ കെട്ടിടമുയർന്നു. പ്രാഥമികാരോഗ്യ കേന്ദ്രം പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് തിങ്കളാഴ്ച നിർവഹിക്കും. മന്ത്രി MB രാജേഷ് അധ്യക്ഷത വഹിക്കും. 2021-22 സംസ്ഥാന ബജറ്റിൽ അനുവദിച്ച 12.50 കോടി രൂപ ചെലവിട്ടാണ് ആധുനിക സൗകര്യങ്ങളോടെ പുതിയ കെട്ടിടം നിർമ്മിച്ചത്. നിലവിലെ PHCയെ മാതൃകാ CHC ആയി ഉയർത്തുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി MB രാജേഷ് പറഞ്ഞു. പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗത്തിന്റെ മേൽനോട്ടത്തിലാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. 2 നിലകളിലായി നിർമ്മിച്ച കെട്ടിടത്തിന് 2446 ചതുരശ്ര മീറ്റർ വിസ്തീർണമുണ്ട്. കെട്ടിടത്തിൽ 4 OP, ഒബ്സർവേഷൻ മുറി, സ്റ്റാഫ് റൂം, AH ക്ലിനിക്, ഡ്രസ്സിംഗ് റൂം, ഫീഡിംഗ് റൂം, വെൽനസ് സൗകര്യം, ഡെന്റൽ ലാബ്, കാഴ്ച പരിശോധനാ മുറി, സ്റ്റോർ, ഓഫീസ്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം നഴ്സസ് മുറി, പെയിൻ ആൻഡ് പാലിയേറ്റീവ് ക്ലിനിക്, ഫാർമസി സ്റ്റോർ, ശൗചാലയം, കോൺഫറൻസ് ഹാൾ, ഹെൽത്ത് ഇൻസ്പെക്ടർ ഓഫീസ്, വാക്സിനേഷൻ മുറി, ആശുപത്രി സൂപ്രണ്ട് IUD റൂം, MLSP റൂം, ലേഡീസ് ഡ്രസ്സിംഗ് റൂം, ലിഫ്റ്റ് എന്നീ സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. തൃത്താല, നാഗലശ്ശേരി, പടിത്തറ, പരതൂർ, ആനക്കര പഞ്ചായത്തുകളിലെ രോഗികളാണ് തൃത്താല ഗവൺമെന്റ് ആശുപത്രിയെ കൂടുതലായും ആശ്രയിക്കുന്നത്. നേരത്തെ ഇവിടെ കിടത്തി ചികിത്സാ സൗകര്യമുണ്ടായിരുന്നു. കൂടാതെ പോസ്റ്റ്മോർട്ടം സൗകര്യവും ഉണ്ടായിരുന്നു. കെട്ടിടങ്ങൾ ജീർണിച്ചതോടെയാണ് അതെല്ലാം നിർത്തിവെച്ചത്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന താലൂക്ക് ആശുപത്രിയുടെ നിലവാരത്തിലേക്ക് ഉയർത്താൻ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ജോബ് ഫെയറിലൂടെ എൻലൈറ്റ് ഒരു പുതിയ മേഖലയിലേക്ക് ചുവടുവെക്കുകയാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ്. തൃത്താല മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന എൻലൈറ്റ് വിദ്യാഭ്യാസ പദ്ധതിയുമായി സഹകരിച്ച് പരുതൂർ ഗ്രാമപഞ്ചായത്ത് നടത്തിയ മെഗാ ജോബ് ഫെയർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. എൻലൈറ്റ് തൃത്താലയിലൂടെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ ഇടപെടൽ നടത്തുകയാണ്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വിജ്ഞാന കേരളത്തിന്റെ സംയുക്താഭിമുഖ്യത്തിൽ എല്ലാ ജില്ലകളിലും ജോബ് ഫെയറുകൾ നടത്തി. അതിലൂടെ 78,759 സ്ത്രീകൾക്ക് ജോലി നൽകാൻ കഴിഞ്ഞു. 1,57,000 ജോലികൾ കണ്ടെത്തി. വീട്ടമ്മമാരെ അകത്തളങ്ങളിൽ നിന്നും തൊഴിലിടങ്ങളിലേക്ക് എത്തിക്കാൻ കുടുംബശ്രീക്ക് ഇതുവഴി കഴിഞ്ഞുവെന്നും മന്ത്രി പറഞ്ഞു. 200-ലധികം ഉദ്യോഗാർത്ഥികൾ ജോബ് ഫെയറിൽ പങ്കെടുത്തു. കൊടിക്കുന്ന് സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ പരുതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിഷ വിജയകുമാർ അധ്യക്ഷയായി. വാർഡ് മെമ്പർ NM അനൂപ്, നിർമ്മാൺ ഓർഗനൈസേഷൻ ജില്ലാ കോർഡിനേറ്റർ ബാലസുബ്രഹ്മണ്യം, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. അതിൽ എൻലൈറ്റ് ചെയ്യുന്നത് സാധാരണ പോലെ എല്ലാ തവണയും SSLC റിസൾട്ട് വന്നാൽ, +2 റിസൾട്ടും വന്നാൽ A+കാരെ വിളിച്ചൊരു സമ്മാനം കൊടുത്ത് സന്തോഷമായിട്ട് പറഞ്ഞയക്കുക എന്നുള്ളതല്ല. അത് ചെയ്യുന്നുണ്ട്. അതിനപ്പുറമുള്ള വലിയ ഇടപെടലുകൾ വിദ്യാഭ്യാസ മേഖലയിൽ നടത്തുകയാണ്. അതിൽ തന്നെ ഒരു കാര്യം പ്രത്യേകം അഭിമാനത്തോടെ പറയാനാവും. ഈ A+കാരെ വിളിക്കുന്നുണ്ട്. പക്ഷെ അതിന് മുമ്പേ ആദ്യം ഞങ്ങൾ അന്വേഷിച്ച് പോകാറുള്ളത് പരീക്ഷയിൽ പരാജയപ്പെട്ടവരെയാണ്. എണ്ണത്തിൽ വളരെ കുറവായിരിക്കും. അവരെ അന്വേഷിച്ചില്ലെങ്കിലും ചിലപ്പോൾ ആരും ശ്രദ്ധിക്കണമെന്നില്ല. ആരും ശ്രദ്ധിക്കാത്തവരെ, എണ്ണത്തിൽ വളരെ കുറഞ്ഞവരെ, പല കാരണങ്ങൾ കൊണ്ട് പരാജയപ്പെട്ടു പോയവരെ തള്ളിക്കളയാതെ അവരെ അന്വേഷിച്ചു ചെല്ലുകയും അവരെ കണ്ടെത്തുകയും അവരെ ചേർത്ത് നിർത്തുകയും ചെയ്ത ശേഷമേ ഞങ്ങൾ വിജയികളെ അന്വേഷിക്കാറുള്ളൂ. മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനം. ലോകമെമ്പാടുമുള്ള സ്ത്രീ പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ 9 കോടിയോളം രൂപ ചിലവഴിച്ച് നിർമ്മിക്കുന്ന സ്റ്റാഫ് ക്വാർട്ടേഴ്സ് കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്ക് നാളെ തുടക്കമാകും. മന്ത്രി R ബിന്ദു ഓൺലൈൻ വഴി ഉദ്ഘാടനം നിർവഹിക്കും. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ 9.11 കോടി രൂപ ചെലവഴിച്ചാണ് സ്റ്റാഫ് ക്വാർട്ടേഴ്സും ടോയ്ലറ്റ് ബ്ലോക്കുകളും നിർമ്മിക്കുന്നത്. ഇതിന്റെ നിർമ്മാണോദ്ഘാടനം നാളെ രാവിലെ 10 മണിക്ക് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദു ഓൺലൈനായി നിർവഹിക്കും. മുഹമ്മദ് മോസിൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. പഴയ സ്റ്റാഫ് ക്വാർട്ടേഴ്സ് കെട്ടിടം പൊളിച്ചുമാറ്റിയാണ് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുക. ഇതോടൊപ്പം പുതിയ ടോയ്ലറ്റ് ബ്ലോക്കുകളും നിർമ്മിക്കും. അന്തർദേശീയ ലൈൻമാൻ ദിനത്തോടനുബന്ധിച്ച് KSEB ചാലിശ്ശേരി ഇലക്ട്രിക്കൽ സെക്ഷനിലെ ലൈൻമാൻമാരെ ആദരിച്ചു. ചാലിശ്ശേരി KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ KA സോന ഉദ്ഘാടനം ചെയ്തു. ജീവനക്കാർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നിർവഹിച്ചു. സീനിയർ സൂപ്രണ്ട് ബൈജു മാത്യു, സബ് എഞ്ചിനീയർമാരായ V സുരേഷ് ബാബു, S കിജേഷ്, N പ്രവീൺ, ഓവർസിയർമാരായ KR ശ്രീനിവാസൻ, KK സുന്ദരൻ, P രവി, KK സുബ്രഹ്മണ്യൻ എന്നിവരും ആദരവ് ഏറ്റുവാങ്ങിയ ലൈൻമാൻമാരും മറ്റ് ജീവനക്കാരും പങ്കെടുത്തു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ പാത്രിയർക്ക പതാക പ്രയാണത്തിന് സ്വീകരണം നൽകി.
വടക്കൻ പറവൂർ സെന്റ് തോമസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധ മോർ ഗ്രിഗോറിയോസ് ബാവയുടെ 345ാമത് ഓർമ്മ പെരുന്നാളിന്റെ ഭാഗമായി പൊന്നാനി കടപ്പുറത്തു നിന്നും വികാരി ഫാദർ എൽദോ ആലുക്ക, മുൻ സെക്രട്ടറി നിബു കുര്യൻ, ജേസൺ ജോയ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നിന്നാരംഭിച്ച പാത്രിയർക്ക പതാക പ്രയാണത്തിനാണ് ചാലിശ്ശേരിയിൽ സ്വീകരണം നൽകിയത്. തൃശൂർ ഭദ്രാസനത്തിലെ ആദ്യ സ്വീകരണമായിരുന്നു ചാലിശ്ശേരിയിലേത്. പള്ളിയിൽ വികാരി ഫാദർ അബ്രഹാം യാക്കോബ് പുവത്തുമണ്ണിൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരും വിശ്വാസികളും ചേർന്ന് സ്വീകരിച്ചു. വടക്കൻ പറവൂർ പള്ളി വികാരി ഫാദർ എൽദോ ആലുക്ക ധൂപ പ്രാർത്ഥന നടത്തി. കൊല്ലവർഷം 1660 കടൽമാർഗം യാത്ര ചെയ്ത് ബാവ ആദ്യം കേരളക്കരയിൽ ഇറങ്ങിയത് മലപ്പുറം പൊന്നാനി കടപ്പുറത്തായിരുന്നു. ഇതിന്റെ ഓർമ്മ പുതുക്കിയാണ് പൊന്നാനിയിൽ നിന്നും ശനിയാഴ്ച ദീപശിഖ പ്രയാണം ആരംഭിച്ച് മലബാർ, കോഴിക്കോട് ഭദ്രാസനങ്ങളിലെ വിവിധ പള്ളികളിലെ സ്വീകരണത്തിനു ശേഷം ഞായറാഴ്ച തൃശൂർ ഭദ്രാസനത്തിലേക്ക് പ്രവേശിച്ചത്. തൃശൂർ ഭദ്രാസനത്തിലെ വിവിധ പള്ളികളിൽ ദീപശിഖ പ്രയാണം നടത്തി. ഞായറാഴ്ച വൈകിട്ട് വടക്കൻ പറവൂരിലെത്തും. വടക്കൻ പറവൂർ സെന്റ് തോമസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ കാലം ചെയ്ത മോർ ഗ്രിഗോറിയോസ് ബാവയുടെ 345ാം ഓർമ്മ പെരുന്നാൾ ഏപ്രിൽ 24, 25, 26, 27 തീയതികളിൽ ആചരിക്കും. ദീപശിഖ പ്രയാണം സ്വീകരണത്തിന് വികാരി ഫാദർ അബ്രഹാം യാക്കോബ് പുവത്തുമണ്ണിൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവർ നേതൃത്വം നൽകി. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പട്ടാമ്പിയിൽ സാർവദേശീയ വനിതാ ദിനാചരണം സംഘടിപ്പിച്ചു. FSTO ജില്ലാ പ്രസിഡന്റ് K. അജില ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പട്ടാമ്പി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സാർവദേശീയ വനിതാ ദിനാഘോഷം സംഘടിപ്പിച്ചത്. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ വെച്ചായിരുന്നു ദിനാഘോഷം ഒരുക്കിയത്. റിപ്പബ്ലിക്കിനെ വീണ്ടെടുക്കുക, രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കുക, ലിംഗവിവേചനം ചെറുക്കുക, തുല്യതയ്ക്കായി പോരാടുക, ജീവനോപാധികൾക്കുമേലുള്ള കടന്നാക്രമണം പ്രതിരോധിക്കുക, ബദലിനായി പോരാടുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു വനിതാ ദിനാചരണം ഒരുക്കിയത്. FSTO ജില്ലാ പ്രസിഡന്റ് അജില ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. രണ്ടാം കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ ആണ് മാർച്ച് 8 വനിതാ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത്. പിന്നീട് 1975 അത് UN അംഗീകരിക്കുന്നത്. നമ്മുടെ മുമ്പിൽ ഈ പറയുന്ന ഓരോ പോരാട്ടത്തിന്റെയും വഴികളുണ്ട്. ആ വഴികളാണ് നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരിടുന്ന വലിയ ചോദ്യങ്ങളും സംശയങ്ങളും അല്ലെങ്കിൽ വൈരുദ്ധ്യങ്ങളുമുണ്ട്. പലപ്പോഴും നമ്മൾ മുന്നോട്ട് വരാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്, ചിന്തിപ്പിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ ഒരു വശത്ത് വളരെ പുരോഗമനപരമായി നമ്മൾ ചിന്തിക്കുമ്പോഴും മറുവശത്ത് അതുപോലെ തന്നെ പുറകോട്ട് പോകാനുള്ള കാരണങ്ങളും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് നമ്മുടെ സമൂഹം. ഒരു വശത്ത് ഏറ്റവും ഉയർന്ന സ്വാതന്ത്ര്യത്തിലേക്ക് പുതിയ തലമുറ മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ തന്നെ അതേ പുതിയ തലമുറയിൽ തന്നെ ഒരു വിഭാഗം മറുവശത്തേക്ക് നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇത് വിപണിയുടെ വളരെ വലിയ തന്ത്രം കൂടിയാണ്. ആ തന്ത്രത്തെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ചരിത്രത്തിന്റെ പാതകൾ തിരിച്ചറിഞ്ഞ് ചരിത്രബോധത്തോടെയും ശാസ്ത്രബോധത്തോടെയും മുന്നോട്ട് നടക്കാൻ പഠിച്ചേ പറ്റൂ. A. സാബിറ അഭിഷയായിരുന്നു. മികച്ച MLAക്കുള്ള മഹാത്മാഗാന്ധി പുരസ്കാരം നേടിയ മുഹമ്മദ് മൂസിൻ MLAക്ക് ചടങ്ങിൽ ആദരം നൽകി. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി സുബേദ ഇസാഖ് ആദരം നിർവഹിച്ചു. CP ചിത്ര, ED ശ്രീജ, VT ശോഭന, നന്ദന, A. ആനന്ദവല്ലി, സരിത, MK ബേബി ഗിരിജ, ലിയ ഷെറിൻ, K. ബീന, P. ഗീത തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി പട്ടാമ്പി നഗരസഭയിൽ ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അസ്ന ഹനീഫ ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി നഗരസഭയിൽ നാരി ലീഡ് സ്വച്ഛത എന്ന സന്ദേശമുയർത്തിയാണ് അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷവും ക്യാമ്പയിൻ വാരാഘോഷത്തിനും തുടക്കം കുറിച്ചിരിക്കുന്നത്. മാർച്ച് 8 മുതൽ 14 വരെ നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളോടുകൂടിയാണ് വാരാചരണം നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് ആദരം നൽകി. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അസ്ന ഹനീഫ ആദര ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ സംഗീത് ശങ്കർദാസ്, സെക്രട്ടറി ഡോക്ടർ അമലസ്, നഗരസഭാ കൗൺസിലർമാരായ TP ഉസ്മാൻ, C. കൃഷ്ണദാസ്, MP സുബ്രഹ്മണ്യൻ, CP സജാദ്, PK കവിത, KM വിജില, സൂപ്രണ്ട് T. ബിജു, ഹെൽത്ത് ഇൻസ്പെക്ടർ സാഹിറ KM, M. മനീഷ, ലയ K. സുനിൽ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. വാരാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസുകൾ, മെഡിക്കൽ ക്യാമ്പ്,
സ്വച്ഛ് ചാമ്പ്യന്മാരെ ആദരിക്കൽ ഉൾപ്പെടെയുള്ള പരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുലുക്കല്ലൂരിലെ കാർഷിക ഗ്രൂപ്പുകൾക്ക് കിഴങ്ങുവർഗ്ഗ കിറ്റ് വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP രാമദാസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് 2025-26 ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കുൽക്കല്ലൂർ പഞ്ചായത്തിലെ അംഗീകൃത ഗ്രൂപ്പുകൾക്കുള്ള കിഴങ്ങുവിള കിറ്റ് വിതരണം നടത്തിയത്. കുൽക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VM മുഹമ്മദ് അലിയുടെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP രാമദാസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. കൃഷി ഓഫീസർ PK ഇഷറത്ത്, പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ സൈദലവി, കുൽക്കല്ലൂർ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ നിസാർ മപ്പാട്ടുകര, രാജൻ പൂതാനിയിൽ, ശ്രീവിദ്യ രാജേഷ്, സുമയ്യ നാസർ, ഖദീജ, ഷഹ്ന ഷെരീഫ്, അബൂബക്കർ കിഴക്കേതിൽ, ഷാഹിന റിയാസ്, മറ്റു കർഷക പ്രതിനിധികൾ, കാർഷിക വികസന സമിതി അംഗങ്ങൾ, കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ഇടവേള കൃഷി പ്രോത്സാഹിപ്പിക്കുക, കിഴങ്ങുവർഗ്ഗ വിളകളിൽ സ്വയം പര്യാപ്തം നേടുക തുടങ്ങിയ ഉദ്ദേശത്തോടു കൂടിയാണ് കിഴങ്ങുവിള കിറ്റുകൾ നൽകിയത്. ചേന, ചേമ്പ്, ഇഞ്ചി, മഞ്ഞൾ എന്നിവ ഉൾപ്പെടെയുള്ള കിറ്റുകളാണ് 70 അംഗീകൃത ഗ്രൂപ്പുകൾക്ക് നൽകിയത്. ചേന, ചേമ്പ് തുടങ്ങിയതൊക്കെ ഏത് പൂവേ അങ്ങനെ എന്താണെന്ന് വെച്ചാലും മുഴുവൻ അത് ക്ഷുദ്രജീവികളൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് ഒരു മോചനം വേണം എന്നുള്ള പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും നമ്മൾ ഈ പന്നീനെയൊക്കെ നിർമ്മാർജ്ജനം ചെയ്യാനൊക്കെ പലതരത്തിൽ നടത്തുന്നു. എന്നാലും ഈ തരുന്ന വിത്ത് നമ്മൾ കൃത്യമായി ഈ ഗ്രോ ബാഗ് ഉൾപ്പെടെയുള്ള വലിയ ചാക്കുകളിലോ അതായത് ഇഞ്ചിയൊക്കെ ചാക്കുകളിൽ കൃഷി ചെയ്യുന്ന പുതിയൊരു സമ്പ്രദായമുണ്ട്. അതേപോലെ തന്നെ ഡ്രമ്മുകളിലൊക്കെ കൃഷി ചെയ്തിട്ട് അതിൻ്റെ ആ ശരിയായ തരത്തിൽ പരിപാലിച്ചാൽ വളരെയേറെ നമുക്ക് കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഞാൻ ദീർഘമായിട്ടൊന്നും പറയുന്നില്ല. ഇന്നത്തെ കാർഷിക രംഗത്തെ നമ്മുടെ അവസ്ഥ എല്ലാവർക്കും അറിയാം. സ്വയം പര്യാപ്തി നേടുന്നതിനുള്ള എന്തൊക്കെ കാര്യങ്ങളാണോ നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ അതൊക്കെ ബ്ലോക്ക് പഞ്ചായത്ത്. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.